തൃശ്ശൂർ പൂരത്തിൻ്റെ ആവേശത്തിലായിരുന്നു, വെടിക്കെട്ടിൻ്റെ ഒരു ആവേശത്തിലായിരുന്നു. പക്ഷേ അതിനേക്കാളൊക്കെ വലിയ വെടിക്കെട്ട് അതിർത്തിയിൽ നടത്തിയതോടെ അതെങ്ങനെയാണ് പൂരനഗരിൽ പ്രതിഫലിച്ചിരിക്കുന്നത് നമുക്ക് ചോദിക്കാം. ചേട്ടാ, ഇന്ത്യ ഇന്നലെ പാകിസ്ഥാനിൽ തിരിച്ചടി ഉണ്ടാക്കിയത് അറിഞ്ഞല്ലോ? അറിഞ്ഞിട്ടില്ലേ? അതിലായിരുന്നു കാണാൻ പറ്റിയിട്ടില്ലേ? അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഭീകര കേന്ദ്രങ്ങൾ മുഴുവനെ തിരിച്ചടി എടുത്തിട്ടുണ്ട്. അത് നന്നായി. നമ്മുടെ ഒരു ആഗ്രഹിച്ചിരുന്ന ഒരു സംഭവമാണ്. അത് കേട്ടപ്പോൾ സന്തോഷം. കാത്തിരുന്ന സാധനം. ചേട്ടാ, അറിഞ്ഞിരുന്നോ? അടിക്ക് തിരിച്ചടി, അതാണ് അത്രേ ഉള്ളൂ. നമ്മൾ ആദ്യ ദിവസം മുതൽ കാത്തിരിക്കുന്നത്. അതല്ല, ഞാൻ അടിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കണത്. പൂർണ്ണ ശക്തിയോടെ പടയ്ക്കാനുണ്ട്. അതന്നെ കാത്തിരുന്നൊരു നിമിഷമായിരുന്നു. അതന്നെ, അതിൽ സംശയമില്ല കാര്യത്തിൽ. ചേച്ചി, അറിഞ്ഞിരുന്നോ ഇന്ത്യ ഇന്നലെ പാകിസ്ഥാന് തിരിച്ചടി കൊടുത്തിരുന്നു? അറിഞ്ഞു? വാർത്ത കണ്ടിരുന്നോ? എന്ത് തോന്നുന്നു? നന്നായി. ആ ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ് അതിന് പേരിട്ടിരുന്നത്. അതായത് ഭാരതത്തിലെ സ്ത്രീകളെ സിന്ദൂരം മായ്ച്ചവർക്കുള്ള ഒരു മറുപടി ആയിട്ട്. അടിപൊളിയായി. അങ്ങനെ തന്നെയല്ലേ വേണ്ടത്. ജയിച്ചു നിൽക്കട്ടെ എപ്പോഴും. അതേ അഭിപ്രായം തന്നെയാണ്. അറിഞ്ഞോ ചേട്ടാ? അറിഞ്ഞിരുന്നോ? ഇന്നലെ പൂരാഘോഷത്തിലായിരുന്നു. ടി വി കണ്ടില്ല. അതിർത്തിയിലെ വെടിക്കെട്ടാണ് ഇപ്പോഴത്തെ ചർച്ച. പാകിസ്ഥാനിൽ കയറിയിട്ട് അവര് ഭീകരമരെ തുടച്ചു നിൽക്കുമായിരുന്നു. നല്ലൊരു പ്രവൃത്തിയാണ്. ഇന്ത്യയിലെ ജനങ്ങളത് ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷെ പൂരാഘോഷം കണ്ട് ന്യൂസ് കണ്ടില്ല, അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ചേട്ടാ, അറിഞ്ഞിരുന്നോ നമ്മളെ ഇന്ത്യ പാകിസ്ഥാനെ തിരിച്ചെടുത്ത വാർത്ത? അറിഞ്ഞിരുന്നോ? അറിഞ്ഞിരുന്നു. നല്ല കാര്യം. ഇനി അലക്കണം. കാത്തിരിക്കായിരുന്നു. ഇന്ത്യ പാകിസ്ഥാനില് തിരിച്ചെടുത്ത് അറിഞ്ഞിരുന്നു? അറിഞ്ഞു. എന്താ തോന്നിയത് കേട്ടപ്പോൾ? സന്തോഷം. ഈ ആക്രമണം ഉണ്ടായ സമയം മുതൽ ഇതിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. കാത്തിരിക്കുകയായിരുന്നു. അഭിപ്രായമാണ്. എല്ലാവരും പൂരത്തിന്റെ ഒരു ആവേശത്തിലാണെങ്കിലും ഇന്ത്യ പാകിസ്ഥാന് തിരിച്ചെടുത്ത അറിഞ്ഞിരുന്നു. പിന്നെ കറക്റ്റ് ടൈമിലല്ലേ ഇവിടെ വെടിക്കെട്ട് നടക്കുമ്പോൾ അവിടെ തകർക്കാണ്. വളരെ സന്തോഷമുണ്ട്. പിന്നെ സേഫ് ആയിരിക്കണം, എന്താ പറയാ, ശ്രദ്ധിക്കണം എല്ലാവരും. ഇതിന്റെ ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ് പേരിട്ടത്. അതെ, കറക്റ്റാണ്, ആപ്റ്റാണത്. അതിനെപ്പറ്റി സംസാരിച്ചു. ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തുള്ളത് ആക്ച്വലി. അത് വളരെ നന്നായി. നമ്മളുടെ എല്ലാവർക്കും സുരക്ഷിതത്വം ആവശ്യമാണല്ലോ. അപ്പോൾ നല്ല രീതിയിൽ പോട്ടെ. ആക്രമണം ഉണ്ടായപ്പോൾ തന്നെ നമ്മളൊക്കെ കാത്തിരിക്കുകയായിരുന്നു. അതെ, രാവിലെ ഇവിടെ വെടിക്കെട്ടിന് വരാൻ നിൽക്കുമ്പോഴാണ് നമ്മൾ ന്യൂസിൽ കാണുന്നത്. അത് വളരെ കറക്റ്റായി, നന്നായി. അറിഞ്ഞിരുന്നോ? വാർത്ത അറിഞ്ഞിരുന്നോ? ഇന്ത്യ പാകിസ്ഥാൻ അറിഞ്ഞിരുന്നു. യുദ്ധം നമുക്ക് ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഇതുപോലുള്ള പൂരം, സമാധാനം, അതാണ് നമുക്ക് നല്ലത്. തിരിച്ചടി കൊടുത്തത് കുഴപ്പമില്ല. പക്ഷെ ഇനി അത് കൂടുതലായിട്ടൊരു പ്രശ്നത്തിലോട്ട് പോകരുതെന്നുള്ളതാണ്. സമാധാനമാണ് നമുക്ക് വേണ്ടത്. അത് തന്നെയാണ് അഭിപ്രായം. അതെ. എന്താണ് പൂരത്തിന്റെ ഇടയിലാണ് അതിർത്തി വെടിക്കെട്ട്. ഞാനൊരു എക്സ് സർവീസുകാരാണ്. അടിച്ചത് നന്നായി എന്നാണ് എൻ്റെ അഭിപ്രായം. കണിശമായിട്ടും ഉണ്ട്. ഒരു ഭയങ്കരമാണ്, വൈകാരികമായിട്ടുള്ള. ഇനി എന്താ ഇത് അങ്ങനെ സൈന്യം നല്ല രീതിയിൽ നടക്കുക, ഇതുപോലെ തന്നെ കൊണ്ട് നടക്കട്ടെ. തിരിച്ചു തന്നെ അടിക്കണമെന്നാ, പിന്നെ അല്ലാതെ. അതാണ് പൂര നഗരിയിൽ. നമുക്ക് കുറേ കൂടി ആളുകളോട് അവരോടൊക്കെ ചോദിക്കാം. പലരും ഇതൊക്കെ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. ചേട്ടൻ, ഇന്നലെ പൂരത്തിന്റെ വെടിക്കെട്ടിന്റെ തിരക്കാണെങ്കിലും ഇന്ത്യ ഒരു തിരിച്ചടി പാകിസ്ഥാന് നൽകിയിട്ടുണ്ട്. അറിഞ്ഞിരുന്നോ? ഇല്ല. ഭീകര കേന്ദ്രങ്ങൾ നല്ല ഉഗ്രനായി, ഉഷാറായി അടിച്ച് ഇന്ത്യക്ക് അഭിമാനിക്കാം. യെസ്, തീർച്ചയായും. അത് തന്നെ, ഇന്ത്യക്ക് അഭിമാനിക്കാനുള്ളതുണ്ട്. തീർച്ചയായിട്ടും. എല്ലാവർക്കും പേരും കൊടുത്തതിന് സിന്ദൂർ. നല്ല അടിപൊളി പേരും. സിന്ദൂരം വായിച്ച് കളി മറുപടി ആയിട്ട്. എല്ലാവർക്കും ഈ ഒരു ഒറ്റ കാര്യത്തിൽ ഒറ്റ അഭിപ്രായം മാത്രമേ ഉള്ളൂ. തിരിച്ചടി അത് നേരത്തെ നൽകേണ്ടതാണ്, കൃത്യമായ സമയത്ത് നൽകിയിട്ടുണ്ട്. മാത്രമല്ല അതിന് നൽകിയ പേര് ഓപ്പറേഷൻ സിന്ദൂർ എന്നത് തികച്ചും അനുയോജ്യവുമാണ്. ചേട്ടൻ, നമ്മൾ പൂരത്തിൻ്റെ വെടിക്കെട്ടിൻ്റെ ലഹരിയിലാണെങ്കിലും ഇന്നലെ ഇന്ത്യയുടെ തിരിച്ചടി ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? വാർത്ത കണ്ടിരുന്നോ? വാർത്ത രാവിലെ കേട്ടു. പിന്നെ നമ്മളെ പൂരത്തിൻ്റെ വെടിക്കെട്ടിൻ്റെ സമയത്ത് തന്നെ ഇന്ത്യയുടെ തിരിച്ചടി ഉണ്ടായി എന്നറിഞ്ഞു. എന്താണ് അത് കേട്ടപ്പോൾ ആദ്യം തോന്നിയത്? അല്ല, അത് പ്രത്യേകിച്ച് നമ്മുടെ ഈ രാജ്യത്ത് ജനാധിപത്യ രാജ്യമാണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള തിരിച്ചടികൾ തീർച്ചയായും വേണം. കാരണം ഒരു അക്രമ രാഷ്ട്രീയമോ അക്രമ രീതിയോ അല്ലല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. സമാധാനപരമായ അന്തരീക്ഷത്തിലൂടെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മളെ ഓരോ പൗരൻ്റെയും ആഗ്രഹം. അപ്പോൾ അതിന്
മറ്റുള്ള കാര്യങ്ങൾ ഇവിടേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനെ തടയിടേണ്ടത് അത്യാവശ്യം തന്നെയാണ്. പ്രതിരോധിക്കേണ്ട രാജ്യസുരക്ഷയുടെ ആവശ്യമാണ്. തീർച്ചയായും എൻ്റെ അഭിപ്രായം. തീർച്ചയായും വളരെ സന്തോഷം തോന്നി. ആ വാർത്ത രാവിലെ തന്നെ വെളുപ്പാങ്കാലത്ത് ഓൺലൈൻ ന്യൂസിൽ ഇങ്ങനെ മൊബൈലിലാണ് കണ്ടപ്പോൾ തന്നെ പൂരത്തിന് വന്നുവെന്നില്ല, അതിനപ്പുറം വളരെ ഒരു മനസ്സിലൊരു സന്തോഷം തോന്നി, നല്ല വികാരം തോന്നി. ഉണ്ടായ സമയം മുതലേ അതെ കാത്തിരിക്കുന്ന അതിന് കൂടുതൽ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകണം തന്നെയാണ് ആഗ്രഹം. ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ് അതിന് പേരിട്ടത്. അത് ഇതിനെക്കുറിച്ചിട്ട് വിശദമായി മനസ്സിലാക്കിയിട്ടില്ല, പഠിച്ചില്ല. എന്തായാലും സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞുള്ള മറുപടി ഇല്ലേ, ആ രീതിയിൽ നോക്കുമ്പോൾ വളരെ എന്തായാലും നമ്മൾ വൈകാരികമായിട്ടും അഭിമാനത്തോടു കൂടി കേൾക്കേണ്ട വാക്കും തന്നെയാണ്. നമ്മളെ ഹിന്ദു എന്ന് ചോദിച്ചുകൊണ്ട് വെടിവെക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നമ്മൾ കേരളവും അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനമൊക്കെ എല്ലാ മതങ്ങളെയും കൂട്ടിപ്പിടിക്കുന്ന ആളുകളാണ്. നമുക്കൊന്നും ജാതി മത ചിന്തയില്ലാതെ സഹോദരങ്ങളെ പോലെയാണ് നമ്മളും പെരുമാറുന്നത്. അപ്പോൾ അത് നിലനിർത്താൻ മറ്റുള്ള രാഷ്ട്രങ്ങളും തയ്യാറാവണം. നമ്മളെങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അത് തിരിച്ച് നമുക്കും കിട്ടണ്ടേ. ബഹുമാനം കിട്ടണം. ഒരിക്കലും അംഗീകരിക്കുന്നില്ല, ഒരിക്കലും അംഗീകരിക്കില്ല. തീർച്ചയായും. ഓക്കെ, താങ്ക് യു. ഇവിടെ കുറേ പേര് ഇവിടെ ഉണ്ട്, നമുക്ക് ഇവരോടൊക്കെ ചോദിക്കാം. പൂരത്തിൻ്റെ ആഘോഷത്തിലാണെങ്കിലേ ഇന്ത്യ ഇന്നലെ പാകിസ്ഥാനിൽ നടത്തിയ തിരിച്ചടിയെക്കുറിച്ച് വാർത്ത അറിഞ്ഞാണല്ലോ. അറിഞ്ഞു. അത് തോന്നുന്നത് സന്തോഷം തോന്നുന്നു. നമുക്ക് കിട്ടിയതിനെ തിരിച്ച് കൊടുത്ത പോലെ നമുക്ക് തോന്നുന്നുണ്ട്. ഇനിയും നമ്മൾ അലേർട്ടായിരിക്കണം എന്ന് ഞാൻ പറയും. കാരണം അവർ ഏത് രീതിയിൽ പ്രതികരിക്കാമെന്ന് അറിയാമല്ലോ. അപ്പം അത് നോക്കിയിരിക്കണം. തീർച്ചയായും നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. നമ്മൾ തിരിച്ചടിച്ചില്ലെങ്കിൽ ഇത്രയും മഹാശക്തിയായി നമ്മൾ സ്വയം അഭിമാനിക്കുന്ന നമ്മൾ മറ്റുള്ള രാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഒരു തരം താഴ്ന്ന പോലെ തോന്നും. അതുകൊണ്ട് അത് അനിവാര്യമായൊരു കാര്യമായിരുന്നു. തീർച്ചയായും ഓരോ പൗരനും അഭിമാനിക്കാവുന്ന കാര്യമാണ്. നല്ല കാര്യം തന്നെ. പക്ഷേ പോയവർക്കൊന്നും തിരിച്ചു കിട്ടില്ല, അതൊരു സങ്കടമുണ്ട്. പേരിട്ടത് ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ്. ഈ സ്ത്രീകൾ സിന്ദൂരം മായ്ച്ചു കളഞ്ഞുള്ള മറുപടി ആയിട്ടാണ്. അതൊരു അഭിമാനമുള്ള കാര്യമാണ്. പക്ഷേ സ്ത്രീകൾക്ക് എപ്പോഴും ദുഃഖം തന്നെ. അത് കൊടുത്തു, അതൊരു സന്തോഷമുണ്ട്. ഇന്ത്യയുടെ തിരിച്ചടിയെ കുറിച്ച് എന്താണ് പറയാ? അടിപൊളിയല്ലേ, അടിപൊളി. പറയേണ്ട കാര്യമില്ല. അടിക്കുന്നു പറഞ്ഞാൽ അടിക്കും. അങ്ങനത്തെ ഒരു ചങ്കുറപ്പുള്ള ഒരാളല്ലേ നമ്മുടെ ഇന്ത്യ ഭരിക്കുന്നത്. അപ്പോൾ പിന്നെ ഒന്നും പറയാനില്ല, ഒറ്റയടിക്കുന്നില്ല. ഇതിപ്പോൾ അവർക്ക് ഉറക്കത്തിൽ നിന്ന് കിട്ടിയൊരു അടിന് ഇതൊന്നല്ല അടി. വടി വെട്ടാൻ പോകണേ ഉള്ളൂ. പറഞ്ഞ് കറക്റ്റാണ്. അപ്പോൾ ഇനിയും പ്രതീക്ഷിക്കാം. ഓപ്പറേഷൻ സിന്ദൂർ അതെന്തുകൊണ്ടാണെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. അതായത് സ്ത്രീജനങ്ങൾ അതാണ് കാര്യം. നമ്മളും തോൽപ്പിക്കാനുള്ള ആൾക്കാരല്ല. ഇന്ത്യക്ക് അതിനൊരു പവറുണ്ട്. അപ്പോൾ ഓക്കെ, തിരിച്ചടിച്ചിരിക്കും. ഓക്കെ, അടിപൊളി. അടിച്ച് തിരിച്ചടിക്കണേ. എന്താ അടിക്കുന്നതാണ് അവരൊക്കെ? എന്തേ കളയുന്നവരൊക്കെ ഇവിടുന്ന് നാട്ടിൽ നിന്ന് കളയുന്ന ഒരെണ്ണത്തിൽ നിർത്തരുത് പാകിസ്ഥാൻകാരെ. അതായത് അടിപൊളി, നല്ല മറുപടി. അങ്ങനെ വേണം ആയിരിക്കട്ടെ. പൂരത്തിന്റെ തിരക്കിലാണെങ്കിലും എല്ലാവർക്കും പറയാനുള്ളതും പങ്കുവെക്കാനുള്ളതും ഇന്ത്യ നൽകിയ തിരിച്ചടിയുടെ ആശ്വാസമാണ്, സന്തോഷമാണ്. പൂരനഗരിയിൽ നിന്നും അഖിലോട്ട് പറക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18.